മേനോൻ സാറിൻ്റെ സുഹൃത്തുക്കളെ കണ്ടു അല്ലേ, നായികയെ കണ്ടു, ക്യാമറാമാനെ കണ്ടു. ഇനി മേനോൻ സാറുമായി വളരെ അടുപ്പമുള്ളൊരു വ്യക്തിയാണ് ഞാൻ ഈ വേദിയിലേക്ക് ആനയിക്കുന്നത്. സാറിൻ്റെ ശീലങ്ങളും ദുശ്ശീലങ്ങളും സ്വഭാവ ഗുണങ്ങളും ദോഷങ്ങളും എല്ലാം അറിയുന്ന ഏറ്റവും അടുത്ത ആ വ്യക്തിയെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. ഏതായാലും ഒരു സസ്പെൻസ് ഇരിക്കട്ടെ, വേദിയിലേക്ക് ആനയിക്കാം. സാറെന്തിനാ തൊഴുന്നത്? ഭാര്യയല്ലേ, എല്ലാ ദിവസവും വീട്ടിലും ഇങ്ങനെ തൊഴും? വീട്ടിലേക്ക് തിരിച്ചു പോകണ്ടേ. ഓ അത് ശരി. കല്യാണം കഴിഞ്ഞിട്ട് 25 വർഷമായില്ലേ? 24 ആയിട്ടുള്ളൂ. 24 ആയിട്ടുള്ളൂ. ആ അപ്പോൾ ഈ അടുത്ത് ആ പത്രക്കാരെല്ലാം കൂടി ഒരു വർഷം എക്സ്റ്റൻഷൻ തന്നു, വന്നതാണ്. 25 ആക്കി. എങ്ങനെയുണ്ട് 24 വർഷത്തെ ജീവിതം? ഞങ്ങൾ സെറ്റിലൊക്കെ കാണുന്നതാണ്, ഒരുപാട് കോലാഹലങ്ങളും ബഹളങ്ങളും. ഒരു അടങ്ങി നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. അതായത് മേക്കപ്പ് ചെയ്യാൻ വന്നിട്ട് മേക്കപ്പ് മാൻ നിൽക്കുന്നതിൻ്റെ ഇടയിൽ അയാളെ തട്ടി മാറ്റിയിട്ട് 3-4 പ്രാവശ്യം വർത്താനം പറയും. ഇങ്ങനെ ഓടെ ഒരു വെപ്രാളം. ഇത് തന്നെയാണ് വീട്ടിലും? അതൊക്കെ തന്നെയാണ്. അതല്ലേ. എന്തൊക്കെയാണ് പുള്ളിക്കാരൻ്റെ ഒരു ഇഷ്ടങ്ങൾ എന്തൊക്കെയാണ് ഏറ്റവും, അല്ലെങ്കിൽ നല്ല സ്വഭാവങ്ങളായിട്ട് തോന്നിയിട്ടുള്ളത് എന്തൊക്കെയാണ് ചേച്ചിക്ക്? അത്ര ആലോചിക്കണോ? വരണം ആദ്യം പറ അല്ലേ, ആദ്യം ഒരെണ്ണം പറഞ്ഞോളൂ. അല്ല, ഈസ് വെരി ഓണസ്റ്റ്. അതാണ് എനിക്ക് തോന്നാൻ. ഔട്ട് സ്പോക്കൺ, ഉള്ള കാര്യം പറയും. അത് എന്താ പറയുന്നത്, വേറെ കള്ളത്തരമൊന്നുമില്ല. ദാറ്റ് ഇസ് വാട്ട് ഐ ഫീൽ. ചീത്ത ഗുണങ്ങളെന്ന് പറയാൻ പറ്റില്ല, ദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ട്? ദോഷം എന്ന് പറയുകയാണെങ്കിൽ ഹീസ് ടു മച്ച് ഓഫ് എ പെർഫെക്ഷനിസ്റ്റ്. അതാണ് എനിക്കൊരു ദോഷമായിട്ട് തോന്നിയിരിക്കുന്നത്. അല്ല, അതൊരു ദോഷമാണോ ശരിക്കൊരു പെർഫെക്ഷനിസ്റ്റ് ആവുക എന്ന് പറയുന്നത്? അറ്റ് ടൈംസ്. ആ ശരി. കാരണം നമ്മളിപ്പോൾ 99% നമ്മൾ ചെയ്തിട്ടും ആ 1% ശരിയായില്ലെങ്കിൽ he always mentions about that 1%. So sometimes I say that is a bad quality in you. അത് കുറച്ചൊരു ഇറിറ്റേറ്റിംഗ് ആയിരിക്കും അല്ലേ? ദോശയൊക്കെ നന്നായിട്ട് ചമ്മന്തിയിൽ 24 വർഷമായിട്ട് ഇത് മനസ്സിൽ കൊണ്ട് നടക്കായിരുന്നാലും ആലോചിക്കുക. ഇപ്പോഴല്ലേ പറഞ്ഞത്, ഞാനിപ്പോഴാണ് ഇതറിയുന്നത്. ഈ പെർഫെക്ഷൻ എന്ന് പറയുന്നത് ഇതൊന്നും അല്ല. നമ്മുടെ കല്യാണം കഴിഞ്ഞ് പിന്നെ പിറ്റേ ദിവസം രാവിലെ ബോധവൽക്കരിച്ച് ഞാൻ ഈ നിർബന്ധങ്ങളൊന്നുമില്ല. രാത്രി ഉറങ്ങാൻ നേരത്ത് അല്പം പച്ചവെള്ളം തലയ്ക്ക് വെച്ചേക്കണം. അത് കുപ്പിയിലായാലും ജഗ്ഗിലായാലും എന്തിനു വേണം, ഹോട്ടലിലായാലും വീട്ടിലായാലും. ഞാനത് എപ്പോഴെങ്കിലും സൗകര്യം കുടിച്ചോളാം. രാവിലെ ഞാൻ ഉണരുമ്പം അത് അവിടെ ഇരിക്കാൻ പാടില്ല. എനിക്ക് അങ്ങനെ സ്വഭാവമുണ്ട്. ഹോട്ടലിലുണ്ട്. ആ കഴിച്ച ലെഫ്റ്റ് ഓവർ ആ വെള്ളം നമ്മൾ ഉപയോഗിച്ചല്ലോ, അത് കൊണ്ടുപോയി അങ്ങനെ എഴുന്നേറ്റ് പോകുമ്പോൾ 24 വർഷമായിട്ടും ആ കുപ്പി അവിടെ ഇരിക്കുക. സാറിന് മുഴുവൻ കുടിച്ചൂടെ? അത് പറ്റുമോ? അങ്ങനെ വെള്ളം കുടിപ്പിക്കുന്നതിന് പരിധിയില്ലേ? ഞാനപ്പോൾ പലപ്പോഴും ഒരു ദിവസം കൊണ്ടുപോയി. അപ്പോൾ 100 അപ്പോഴാണ് വീട്ടിലെ പ്രശ്നമൊക്കെ ഞാൻ അറിയുന്നത്. അപ്പോഴാണ് ഞാൻ അറിയുന്നത് മകനെ പ്രസവിച്ചിട്ടുണ്ടെന്നും മകൾ സ്കൂളിൽ പോകണമെന്ന് അപ്പോഴാണ് അറിയുന്നത്. ഇതുവരെ പോയിട്ടില്ല. അപ്പോൾ ആ വാശിയാണ് പറയുന്നത്. ഇപ്പം എന്താ പറയുന്നത്, അല്ല അത് ശ്രദ്ധിച്ചോ പറഞ്ഞത്, 99% ചെയ്താലും ആ 1% കുത്തി നോവിച്ചുകൊണ്ടിരിക്കുമെന്ന് പറഞ്ഞാൽ അതാണ്. അത് കേൾക്കുന്ന പ്രേക്ഷകരെ തെറ്റിദ്ധരിക്കാൻ പാടില്ലോ. പക്ഷേ ഇതിപ്പോൾ ഈ പ്രോഗ്രാം കാണുന്ന ഒരാൾ ഇത് കാണാത്ത ഒരാളോട് ഡിസ്കസ് ചെയ്യുമ്പോൾ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ബാലചന്ദ്രമേനോൻ്റെ ഭാര്യയ്ക്ക് ഒരു കുഴപ്പമുണ്ട്. ബാലചന്ദ്രമേനോൻ കുടിച്ച കുപ്പി മാറ്റൂല. സാറ് ഒരു വലിയ കുടിയനായിട്ട് ആളുകളുടെ അറിയാം. സിദ്ദിഖിന്റെ ഭാഗത്തൊരു ഹ്യൂമറായിട്ട് ആൾക്കാർ കുഴപ്പമില്ല അല്ലേ. ഞാൻ ഭരണി പല സാധനം നോക്കിയിട്ടുണ്ട് ഞാൻ. അപ്പോൾ ഞാൻ പറഞ്ഞ എഴുന്നേൽക്കുമ്പോൾ ഒരു കൈയിലേക്ക് പോയാൽ ഒരു നല്ല മൂവ്മെന്റിൽ അത് കൊണ്ടുപോകാൻ താഴോട്ട്. ഭരണിയിലൊക്കെ സാർ വെള്ളം കൊണ്ടുവന്നു? അല്ലല്ല, ജഗ്ഗില്ലേ, ജഗ് ചെറുത്. ഈ വെള്ളം എപ്പോഴും സമയത്തോളം നല്ലതാണ്. കാരണം രാത്രിയിൽ ഒരു ധൈര്യമാണ് വരും. ഞാൻ എല്ലാ ദിവസവും രാവിലെ ഇതിനെടുത്തുകൊണ്ട് പോകുമ്പോൾ ഒരു ചിരിയോടുകൂടി താഴോട്ട് കൊണ്ടുപോവുകയും ചെയ്യും. ഈ കൊണ്ടുപോകുന്ന സമയത്ത് എതിരെ കാണും, ഞങ്ങൾ തമ്മിൽ നോക്കും, ഒന്ന് ചിരിക്കും, വീണ്ടും. അതെന്താണെന്നറിയോ സിദ്ദിഖ്, അത് ടു മച്ച് ഇൻസിസ്റ്റ് ചെയ്യുമ്പോൾ ഞാൻ മനഃപൂർവ്വം വെക്കുന്നത് കണ്ടോ അവിടെ ഇരിക്കട്ടെ എന്ന് ഞാൻ വിചാരിക്കും. അതൊന്ന് എടുത്തോട്ടെ എന്ന് ലിസി സന്തോഷിക്കുക. ലിസിക്ക് മനസ്സിലായി ഞങ്ങളുടെ മാത്രമല്ല ഇവരുടെ വീട്ടിൽ പ്രശ്നമുണ്ടെന്ന് മനസ്സിലായി. എന്നെ സംബന്ധിച്ച് 24 വർഷം ഐ എം ടു ഡിപ്പെൻഡൻ്റ് ആണ്. അത് യാതൊരു സംശയമില്ലാത്ത. എനിക്ക് എന്ത് പ്രവർത്തിക്കും എനിക്ക് സാമീപ്യമില്ല, പറ്റുകയില്ല. ഒരു കാര്യം പോലും സ്വന്തമായിട്ട് ചെയ്യാൻ എനിക്ക് പറ്റുകയില്ല. അപ്പോൾ അതിനെയൊക്കെ വെച്ചിട്ട് ഞാൻ അടുത്ത കാലത്തൊരു പുസ്തകം എഴുതി, നിന്നെ എന്തിനു കൊള്ളാം. അതിൻ്റെ കവർ പേജിൽ എൻ്റെ മുഖം അടിച്ചു. സത്യമാണ്, എന്നെ പലതിനും കൊള്ളത്തില്ല. ഇറ്റ്സ് എ ഫാക്ട്. അപ്പോൾ ഇവരുടെ ഭാഗത്ത് ഷീ ടേക്സ് മെറ്റിക്കുലസ് കെയർ. പിന്നെ ഉള്ള പ്രശ്നം ഈ മെറ്റിക്കുലസ് കെയറും പ്രശ്നമാണ്. അതായത് നമ്മളിങ്ങനെ ഇറങ്ങി റോഡിൽ അല്ല ഒരു സദസ്സിലോട്ട് പോകുമ്പോൾ റെഡിയായിട്ട് നിന്നു, എൻ്റെ മൂക്കിൻ്റെ ഇവിടെ ഒരു ടിഷ്യൂ പേപ്പറിൻ്റെ കഷ്ണം അല്ലെന്നേ ഒരു രോമം ഉണ്ടെന്ന് വെച്ചോളൂ. അതുണ്ട് പണ്ടാരം, എന്ത് ചെയ്യാൻ പറ്റും? 4 പേര് നോക്കി വയ്ക്കുമ്പോൾ അത് പറിച്ചു കളയും. അപ്പം നമ്മളെ കാണുന്നത് മന്ദബുദ്ധിയാണ്, എന്തെങ്കിലും കുഴപ്പം പിടിക്കുക. അപ്പം ഞാനോട് പറഞ്ഞു വേണ്ട വേണ്ട വേണ്ട, അല്ലെ കോളറിലെ ബനിയൻ പുറത്ത് കിടക്കുക, ബനിയനകത്തത് അത് ദൂരെ നമ്മൾ കണ്ടാലുണ്ടല്ലോ. നേരത്തെ പറഞ്ഞു നിങ്ങൾ കുപ്പി പ്രശ്നം പറഞ്ഞില്ലേ,
ഇങ്ങനെ ഈ കഥാ സംഭാഷണ സംവിധാനം കുറേ ചെയ്ത് ഒരു ഫോമിലായിട്ട് ഇപ്പോൾ സ്വല്പ പ്രശ്നത്തിലാന്ന് ഇരിക്കും കേട്ട് കഴിഞ്ഞാൽ. അതാണ് ഓവർ ബോധറേഷൻ. നമ്മൾ ഷേവ് ചെയ്തുകൊണ്ടിരിക്കുമ്പം ഒരാളെ ഷേവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അയാളുടെ മൂക്കിൽ രോമം പറിച്ച് വാങ്ങിപ്പിക്കും. ഇതൊക്കെ ആണെങ്കിലും ഐ ഓൾവേസ് സ്റ്റാൻഡ് ഫോർ ഫാമിലി സെറ്റപ്പ്. ഭർത്താക്കന്മാർ ഭാര്യമാരെ ന്യായാന്യായം അനുസരിക്കണം എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. ഐ ഹാവ് എ ഫീലിംഗ്, കാരണം ഇത്രയും ഡിപ്പെൻഡൻ്റ് ആയിട്ടിരിക്കുമ്പോൾ ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ ഇട്ട് കൊടുത്താൽ ഹി ഹാസ് ടു ഡു തിങ്സ് ഫോർ ഹിംസെൽഫ്. അതൊന്ന് പഠിച്ചോട്ടെ എന്നുണ്ട്. കൺട്രോളുണ്ട്. ഡീപ്പ് സെൻസ് ഓഫ് ഹ്യൂമറാണ് എൻ്റെ പേര്. അതുണ്ട്. അത് കുറച്ച് അത് ഇനി എന്നെ നിന്ന് കിട്ടിയതാണോ എനിക്ക് അവിടെ നിന്ന് കിട്ടിയതാണോ എന്ന് ഞങ്ങൾ ജാതകം നോക്കണം. സഹവാസം കൊണ്ടാണ്. സഹവാസം ഉണ്ടാവും. അങ്ങനെ ഞാൻ തീരെ സംസാരിക്കാതിരുന്നിരുന്ന ആളാണ്. ഇപ്പം അത്യാവശ്യം പറഞ്ഞു തുടങ്ങി. ഒരു യാത്ര കഴിഞ്ഞ് വന്നാൽ അത് നേരത്തെ ഞങ്ങൾ വഴക്കേണ്ട ഒരു കാരണമാണ്. യാത്ര കഴിഞ്ഞ് വന്നാൽ ആ പെട്ടി അപ്പം മാറ്റി അതിലെല്ലാം ഡിസ്മാൻഡിൽ ചെയ്ത് അതാത് സ്ഥലങ്ങളിൽ സാധനം പോകണം. പേനയുടെ സ്ഥാനത്ത് പോകണം. പെട്ടി കാര്യമാക്കി വീണ്ടും വയ്ക്കുക. റെഡി ഫോർ അനദർ ജേണി എന്നുള്ളതാണ്. അത് ആ നിമിഷം പറ്റുമോ? നമ്മളൊന്ന് വീട്ടിൽ ഇത്രയും ദിവസം വിട്ടു മാറി നിന്നാൽ എനിക്ക് വേറെ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടല്ലോ. അപ്പൊ ഫസ്റ്റ് മുൻതൂക്കം ഇതിപ്പോ പോണം. പക്ഷേ പലപ്പോഴും ഇങ്ങനെയുള്ള പെട്ടികൾ ഞാൻ നൂറ്റാണ്ടുകൾ കഴിഞ്ഞ് കണ്ടെത്തിയിട്ടുണ്ട്. അത് നമ്മൾ അന്ന് അവിടെ പോയ പെട്ടിയല്ലേ ഇത്, അതുപോലെ വെച്ചിരിക്കുകയാണ് സാധനം. അതാണ് നമ്മൾ ഇൻസിസ്റ്റ് ചെയ്ത സാധനം. അപ്പം ഒരിക്കലും അമേരിക്കയിൽ പോയി തിരിച്ചെന്ന് ഞാൻ പറഞ്ഞു ഇത് കണ്ടപ്പോൾ ദേഷ്യം വന്നു. അപ്പം ഞാൻ സ്വല്പം എനിക്ക് തോന്നുന്ന രീതിയിൽ എനിക്ക് എന്തെല്ലാം നോക്കാൻ പറ്റും ആ രീതിയിലൊക്കെ സംസാരിക്കണമല്ലോ. പിന്നെ സംസാരിച്ചിട്ട് ഞാൻ ജനിച്ചു അവസാനം സഹി കെട്ടപ്പോൾ ഞാൻ പറഞ്ഞു അത് എഴുതേണ്ടി വന്നു. ഞാനത് ഈ ദേഷ്യം ചിരിയാകുന്ന അപൂർവ നിമിഷങ്ങളുണ്ട്. അപ്പോൾ ഇപ്പുറത്ത് ഭാവാഭിനയം ശരിക്കുണ്ട്. ഇതൊന്നും നല്ല പോലെ വികാരം നമ്മളെക്കാൾ പ്രതികരിക്കും. അങ്ങനെയാണ്. അങ്ങനെയല്ലേ മറ്റേ ദൂരെ നിൽക്കുകയാണെങ്കിൽ നമ്മൾ ശിവപാർവതി യുദ്ധമെന്ന് വിചാരിക്കും. അങ്ങനെയല്ലേ ഞാൻ പറഞ്ഞു അത് പറഞ്ഞിട്ട് കാര്യമില്ല. പട്ടിയുടെ പോലെ 12 കൊല്ലം കോഴിലായിട്ടും എടുക്കുമ്പം വളഞ്ഞേന്നിരിക്കും. ഇദ്ദേഹം എൻ്റെ മുമ്പോട്ടെന്ന് വെച്ച് ആ കർണകികമാർ അതെ ഞാൻ ബാലാണ്, ഞാൻ പട്ടിയുടെ ബാലാണ്, പക്ഷേ ആ പട്ടിക്കൊരു പേരുണ്ട് ബാലചന്ദ്രൻ തിരിഞ്ഞങ്ങാടും. അപ്പം ഞാൻ ഒരു ലേഖനത്തിനകത്ത് അവസാനം ഞാൻ ഡിപ്പെൻഡൻ്റുമാണ്. പിന്നെ ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ പിന്നെ അതവിടെ ഇല്ലാത്തത്. പിന്നെ ഈ വിവാഹ ജീവിതത്തിൽ ഏറ്റവും സുഖമുണ്ടല്ലോ കുറച്ച് മറവി വേണം, രക്ഷപ്പെട്ടു പോകും. ഇപ്പം ഞങ്ങളുടെ വിവാഹം എന്താ ഇപ്പം ഞാൻ കൂടുതൽ ബോറടിപ്പിക്കുന്നില്ല. സോ ഫാർ സോ ഗുഡ്. നേരത്തെ പറഞ്ഞ വേദാന്തം പറയല്ല, എനിക്ക് തോന്നുന്നു എല്ലാവരും അങ്ങനെ ചിന്തിച്ചാൽ മതി. പിന്നെ ഭാര്യയെ ബഹുമാനിക്കേണ്ടി വരും എന്നുള്ളത് ഏത് ഭർത്താവിൻ്റെയും ജീവിതത്തിലുള്ളതാണ്. എത്രത്തോളം അവരെ അവഗണിക്കുന്നു അത്രത്തോളം ശിക്ഷ ഉണ്ടാകുന്നുള്ള ഉറപ്പാണ്. അപ്പോൾ പിന്നെ എന്താ മാർഗം? അപ്പം ഞാൻ അന്വേഷിച്ചു എൻ്റെ വിവാഹ ജീവിതം ഞാൻ ഒറ്റ സെൻസിലാക്കി. ഞാൻ ഓന്താണ്, ഞാൻ നിറം മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ കലഹങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. ഈശ്വര കൃപയാൽ വരത അരണയമാണ്, എല്ലാം മറന്നുകൊണ്ടിരിക്കും. ജീവിതം മുമ്പോട്ട് പോകൊണ്ടിരിക്കും. ഇതാണ് എൻ്റെ തിയറി.